നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. പാകിസ്ഥാനെ അകമഴിഞ്ഞ് സഹായിക്കുന്ന ചൈന എന്നാൽ ഇത്തവണ ഇന്ത്യക്ക് കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഏതാനും ഫൈറ്റർ ജെറ്റുകൾ കൂടി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യക്കെതിരെ ഇതിനു മുൻപ് പാകിസ്ഥാൻ ഏതൊക്കെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വ്യോമായുധങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടോ അതൊക്കെ തന്നെ ചൈനയുടെ ഭാഗത്തു നിന്ന് ലഭിച്ച സഹായ സഹകരണങ്ങളായിരുന്നു, ഒപ്പം അമേരിക്കയുടെയും. അതിൽ ഭൂരിഭാഗവും ചൈനയുടേതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഇനിയും ഇന്ത്യക്ക് നേർക്ക് ആയുധങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചൈന. പാകിസ്ഥാന് ചൈന അങ്ങനെ കൂടുതൽ 4ാം തലമുറ ഫൈറ്റർ ജെറ്റുകൾ കൈമാറാൻ ഒരുങ്ങുന്നു എന്നാണ് പെൻറ്റഗണിൻ്റെ മുന്നറിയിപ്പ്. 16ഓളം J-10C ഫൈറ്റർ ജെറ്റുകളായിരിക്കും കൈമാറുന്നത്. രണ്ട് രാജ്യങ്ങളും നേരത്തെ ഒപ്പിട്ട കരാറിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൈമാറ്റം നടത്തുന്നത്. ഇക്കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 1ഉം 2ഉമല്ല 20ഓളം ജെറ്റുകളാണ് ചൈന ഇത്തരത്തിൽ പാകിസ്ഥാന് കൈമാറിയിട്ടുള്ളതും ആ കൈമാറിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്ക് നേർക്ക് പ്രകോപനകരമായ നീക്കങ്ങൾ നടത്തിയിട്ടുള്ളതും. ഏഷ്യയിലും ആഫ്രിക്കയിലും എമ്പാടും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള വലിയൊരു പദ്ധതിയിൽ തന്നെയാണ് ചൈന ഇരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരു നീക്കം ഈ രാജ്യങ്ങളിലൊക്കെ ചൈനയ്ക്ക് എവിടെയൊക്കെ ആധിപത്യം പുലർത്താൻ സാധിക്കുമോ അവിടെയൊക്കെ തന്നെ ചൈനീസ് ആയുധങ്ങളും ചൈനീസ് പടക്കോപ്പുകളും വിതരണം ചെയ്യുക എന്നുള്ളത്. വിമാനങ്ങൾ നൽകുന്നതിന് പുറമെ ചൈന പാകിസ്ഥാനിൽ കൂടാതെ ബംഗ്ലാദേശിൽ സൈനിക താവളങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതി കൂടി ഇടുന്നുണ്ട്. ഇക്കാര്യവും റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ബംഗ്ലാദേശിലെ സൈനിക താവള നിർമ്മാണം ഇന്ത്യ ഏറെ ജാഗ്രതയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന സമകാലീന സംഭവ വികാസങ്ങൾ മൂലം. ഈ 2 രാജ്യങ്ങൾക്ക് പുറമേ തന്നെ അങ്കോള, ബർമ, ക്യൂബ, ശ്രീലങ്ക, തായ്ലൻഡ്, UAE, തജക്കിസ്ഥാൻ, നമീബിയ, കെനിയ തുടങ്ങി ഏകദേശം 9ഓളം രാജ്യങ്ങളെ തന്നെയാണ് ലക്ഷ്യമിട്ടുന്നത്. അങ്ങനെ ആകെ മൊത്തം 11 രാജ്യങ്ങളിലായി ചൈന അവരുടെ നിരീക്ഷണ സംവിധാനങ്ങൾ അടക്കം വിപുലീകരിക്കാൻ വേണ്ടിയുള്ള ഒരു കുതന്ത്രം തന്നെയാണ് ഒരുക്കുന്നത്. ഇവിടങ്ങളിലൊക്കെ ചൈനയുടെ സൈനിക താവളങ്ങൾ ഒരുക്കാനുള്ള ലക്ഷ്യമുണ്ട്. ആദ്യം ആയുധം വിതരണം ചെയ്യുക, സാമ്പത്തിക സഹായം നൽകുക, അതിനുശേഷം അവിടെ കൈയടക്കുക. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള സൈനിക താവളങ്ങൾ നിരീക്ഷണങ്ങൾക്കും സ്പൈ വർക്കുകൾക്കുമൊക്കെയായി ഇതവർ ഉപയോഗിക്കാറുണ്ട്. മലാക്ക കടലിടുക്ക്, ഹോർമുസ് കടലിടുക്ക്, ആഫ്രിക്കയിലെയും പശ്ചിമേഷ്യയിലെയും മേഖലകൾ എന്നിവിടങ്ങളിലൊക്കെ തന്നെ ഈ സമുദ്രപാതകളിൽ ചൈനയ്ക്ക് വ്യക്തമായ കണ്ണുണ്ട്. ചൈനയുടെ ആധിപത്യം വളർത്താൻ വേണ്ടി തന്നെയാണ് ഇവർ ശ്രമിക്കുന്നത്. ഇന്ത്യൻ സമുദ്രമേഖലയിലൊക്കെ കൃത്യമായ അകലം പാലിച്ച് തന്നെയാണ് ചൈന നിൽക്കുന്നത്. അടുക്കാനായി ഇന്ത്യൻ വ്യോമസേനയുടെ കണ്ണ് വെട്ടിക്കാൻ പോലും കഴിയുന്നില്ല. എന്നാൽ മറ്റ് പശ്ചിമേഷ്യൻ മേഖലകളിലേക്കൊക്കെ തന്നെ ചൈന കടക്കുമ്പോൾ അതിനെ കൃത്യമായി പ്രതിരോധിക്കാനും നേരത്തെ തന്നെ മനസ്സിലാക്കാനും അമേരിക്ക ശ്രമം നടത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പാകിസ്ഥാന് നൽകുന്ന ഈ ഡീലിനെ കുറിച്ച് കൂടി അമേരിക്ക പുറത്തുവിട്ടിരിക്കുന്നത്, പെൻറ്റഗൺ മുന്നറിയിപ്പ് നൽകുന്നത്. 2021 ചൈനയിൽ നിന്നും 25 J-10C ജെറ്റുകൾ വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് പാകിസ്ഥാൻ കടക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യക്കെതിരെ ഈ ജെറ്റുകൾ തന്നെയാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത്, അതുകൂടി ഓർക്കേണ്ടതുണ്ട്. മാരക ആക്രമണശേഷിയുള്ള കൈഹോങ്, വിങ്ലൂങ്, UAV, 4 ഫ്രിഗേറ്റുകൾ എന്നിവ കൂടി ചൈന പാകിസ്ഥാന് നൽകിയെന്നും പെൻറ്റഗൺ പറയുന്നു. 8 യുവാൻ അന്തർവാഹിനികളാണ് പാകിസ്ഥാൻ ചൈനയ്ക്ക് കൊടുക്കുന്നത്. അതിൽ ആദ്യത്തേത് അടുത്ത വർഷം പാകിസ്ഥാന് കിട്ടും. 8 അന്തർവാഹിനികളിൽ 4 ചൈനയിലും 4 പാകിസ്ഥാനിലുമായിരിക്കും നിർമ്മിക്കുന്നത്. അന്തർവാഹിനികളിൽ നിന്നും പറന്നുയരാനും അതിൽ തന്നെ തിരിച്ച് പറന്നിറങ്ങാനും കഴിവുള്ള അത്യാധുനിക ഡ്രോണുകളടക്കം ചൈന വികസിപ്പിച്ചു കഴിഞ്ഞു. ഫെയി എന്നാണ് ഈ ഡ്രോണിൻ്റെ പേര്. ഈ ഫെയി ഡ്രോണുകളും പാകിസ്ഥാൻ ഒരുപക്ഷെ നൽകിയേക്കും. ഇതിനു പുറമെ ബഹിരാകാശ മേഖലയിലടക്കം അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ചൈന രംഗത്ത് വരുന്നത് ചൈനയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ വളർച്ചയുമൊക്കെ അമേരിക്കയ്ക്ക് ചങ്കിടുപേറ്റുന്ന ഒരു വിഷയം തന്നെയാണ്.